Good evening, church. എല്ലാവർക്കും സ്വാഗതം. I'm so grateful to the Lord for this opportunity to share. വചനം പങ്കുചെയ്യാൻ കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Let's just start with a word of prayer. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Thank you, Jesus, for this time. നന്ദി യേശു ഈ സമയത്തിനായി. I ask you, Holy Spirit, that you will come. പരിശുദ്ധാത്മാവേ അങ്ങ് വരണമെന്ന് അപേക്ഷിക്കുന്നു. Invade our minds. ഞങ്ങളുടെ മനസ്സുകളെ കീഴടക്കണമേ. Speak to our hearts. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. Reveal the truth to us. സത്യത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. Because when we know the truth, കാരണം സത്യം അറിയുമ്പോൾ the truth will set us free. സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കും. We thank you, Holy Spirit, that you are here. പരിശുദ്ധാത്മാവേ അങ്ങ് ഇവിടെ ആയിരിക്കുന്നതിനായി നന്ദി. Take all the glory. സർവ്വ മഹത്വം അങ്ങ് എടുക്കണമേ. In Jesus' name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 So today I will be sharing on a subject that could have been a matter of mystery for some of us. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്ന കാര്യം നമ്മൾ പലർക്കും ഒരു ദുരൂഹതയുള്ള ഒരു കാര്യമായിരിക്കാം. ദുരൂഹത അല്ലെങ്കിൽ നമുക്ക് നിഗൂഢത എന്ന് വേണമെങ്കിൽ പറയാം. നിഗൂഢത ഉള്ള ഒരു കാര്യമായിരിക്കാം. ദുരൂഹത എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഇറ്റ്സ് ലൈക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് സംതിങ് ആൻഡ് ഇറ്റ് കുഡ് ബി ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓൾസോ. നമ്മൾ ദുരൂഹത എന്ന് പറയുമ്പോൾ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തുന്ന പോലാണ് ഇത്, അതുപോലെ ആയിരിക്കാം. Yes. So let me just read out a scripture from the book of Joel chapter 2. യോവേലിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം. 2 തൊട്ട് Verse 28 says, അതിൽ 28 ഇങ്ങനെ പറയുന്നു, And it shall come to pass afterward that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your old men shall dream dreams. Your young men shall see visions. Joel chapter 2 verse 28. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. So this is talking about the last days. ഇത് അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. And God is clearly stating that he will speak to us through dreams and visions. ഇതിൽ ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം നമ്മളോട് ദർശനങ്ങളിൽ കൂടിയും സ്വപ്നങ്ങളിൽ കൂടിയും സംസാരിക്കുമെന്ന്. So this is the subject of the matter. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ കാര്യം, Dreams. സ്വപ്നങ്ങൾ. So before I get into the topic of dreams, I would like to just touch upon what visions are. സ്വപ്നങ്ങളെക്കുറിച്ച് പങ്കിടുന്നതിന് മുമ്പ് ദർശനം എന്താണെന്ന് പങ്കിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. Because if we have an understanding of what a vision is, we will be able to differentiate between a dream and a vision. കാരണം ദർശനത്തെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ ദർശനങ്ങളും സ്വപ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ അറിയാൻ പറ്റും. Have you heard people come and tell you, during the time of worship, I saw this, I saw that. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പങ്കുവെക്കുന്നതായി, ആരാധന സമയത്ത് ഞാൻ ഇത് കണ്ടു അല്ലെങ്കിൽ ഞാൻ അത് കണ്ടു എന്ന്? So with their eyes wide awake, they saw something. അതിൻ്റെ അർത്ഥം കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ അവരൊരു കാര്യം കണ്ടു എന്നാണ്. Or even with their eyes closed but not sleeping. അവരുടെ കണ്ണ് അടഞ്ഞിരുന്നെങ്കിൽ അവർ ഉറങ്ങുകയല്ലായിരുന്നു, എങ്കിലും അവരൊരു കാര്യം കണ്ടു എന്ന്. It can happen even in sleep too. ഉറക്കത്തിൽ കൂടി ഇത് സംഭവിക്കാം. So let me just explain. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. In a vision, one sees into the spiritual realm. ദർശനത്തിൽ നമ്മൾ ആത്മീക മണ്ഡലത്തിലേക്ക് നോക്കുന്നു. So you might be seeing me right now. അതിൻ്റെ അർത്ഥം ഇപ്പം എന്നെ കാണുന്നതായിരിക്കാം. But in the spiritual realm, എങ്കിലും ആത്മീയ മണ്ഡലത്തിൽ there might be some other things also happening in this place. ഇവിടെ മറ്റു പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. So to get to see that, അത് കാണണമെങ്കിൽ you need a vision. നമുക്ക് ദർശനം വേണം, A spiritual vision. ആത്മീകമായ ദർശനം. So you get to see into the spiritual realm through a vision. അപ്പം ദർശനത്തിൽ കൂടെ നമുക്ക് ആത്മീക മണ്ഡലത്തിലേക്ക് കാണാൻ പറ്റും. Or in other words, we can say that you can perceive supernatural things. മറ്റൊരു രീതിയിൽ അതിങ്ങനെ പറയാം, നമുക്ക് Perceive can mean becoming aware of. നമുക്ക് അദൃശ്യമായ അല്ലെങ്കിൽ അമാനുഷികമായ മണ്ഡലത്തിലേക്കുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. You become aware of something more than the natural. സ്വാഭാവികമായി ഉള്ളതിലും അപ്പുറമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. Let me just read out some portions regarding visions. അപ്പം ദർശനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. Now,
Visions can occur while awake. ദർശനങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയായിരിക്കും. So let me read out a scripture of a vision while we are awake. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഒരു ദർശനത്തെക്കുറിച്ച് നമുക്കിപ്പം വായിക്കാം. Daniel chapter 10 verse 7 says, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10:7 ഇങ്ങനെ വായിക്കുന്നു. And I, Daniel, alone saw the vision of this heavenly being, for the men who were with me did not see the vision. Nevertheless, a great panic overwhelmed them, so they ran away to hide themselves. നമുക്കിങ്ങനെ വായിക്കാം അത്. ദാനിയേൽ എന്ന് ഞാൻ മാത്രമേ ഈ ദർശനം കണ്ടു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. So this is a vision that happened while Daniel was awake. ഇപ്പം ദാനിയേൽ ഉണർന്നിരിക്കുമ്പോൾ കണ്ടൊരു ദർശനമായിരുന്നത്. And let's read out a vision that happened to someone during the daytime. പകൽ നേരം ഒരാൾക്ക് വന്ന ഒരു ദർശനത്തെക്കുറിച്ച് നമുക്ക് ഇനിയും നോക്കാം. Acts 10 verse 3 says, അപ്പോസ്തല പ്രവർത്തകളുടെ 10:3 നമ്മളിങ്ങനെ വായിക്കുന്നു. about the 9th hour, which is like 3 p.m. of the day, he clearly saw in a vision an angel of God who had come to him and said, Cornelius. Acts 10:3. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. Again, one more scripture I would like to read about someone having a vision of the night while asleep. അപ്പം ഇനിയും ഒരാൾക്ക് ദർശനം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി നേരം കിട്ടിയതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ വായിക്കാം. Genesis 46 verse 2 says, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 46:2 നമ്മളിങ്ങനെ വായിക്കുന്നു. And God spoke to Israel in visions of the night and said, Jacob, Jacob, and he said, Here I am. നമുക്കതിങ്ങനെ വായിക്കാം. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. So we see that visions can happen any time of the day. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും ദർശനങ്ങൾ നമുക്ക് ഒരു ദിവസത്തിന്റെ ഏത് നേരത്തിലും കിട്ടാം. And visions can be received especially during times of worship, ആരാധന സമയത്ത് നമുക്കത് ലഭിക്കാം, or times of prayer, പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാം, or times of meditation, നമ്മൾ ധ്യാനിക്കുമ്പോൾ ലഭിക്കാം, or even when we least expect it. അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്തും നമുക്കത് കിട്ടാം. Now, how are these visions manifested? എങ്ങനെയാണ് ഈ ദർശനങ്ങൾ വരുന്നത്? Sometimes it can be pictures that flash across our minds. ചില നേരങ്ങളിൽ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന പടങ്ങളായിരിക്കാം അത്. Sometimes it can be like a movie. ചില സമയത്ത് ഒരു പടം ഒരു സിനിമ കാണുന്ന പോലെ ആയിരിക്കും. Or it can be brilliant and vivid pictures. അല്ലെങ്കിൽ വളരെ വ്യക്തമായും തെളിച്ചമായുള്ള ചിത്രങ്ങളായിരിക്കും. So there's one more thing to remember about visions. ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയ അല്ലെങ്കിൽ ഓർക്കേണ്ടിയ ഒരു കാര്യം, Visions are very almost they are direct or they are clearly expressed. പലപ്പോഴും ദർശനങ്ങൾ വളരെ വ്യക്തമായാണ് അതിൻ്റെ അർത്ഥം നമ്മളോട് പറയുന്നത്. Most of the dreams are like that. Most of the visions are like that. മിക്കവാറും നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ അങ്ങനെ ആയിരിക്കും. Only very few visions are symbolic. വളരെ കുറച്ച് ദർശനങ്ങൾ മാത്രമേ ഒരർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. So when you get a vision, mostly it is easy to interpret a vision. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദർശനം കിട്ടുമ്പോൾ പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. But we also need to be careful when we interpret a vision. എങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ, ദർശനം മനസ്സിലാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. For example, ഉദാഹരണത്തിന് you see a girl whom you already know. Suppose her name is Tina. ഉദാഹരണത്തിന് ടീന എന്ന പേരുള്ള പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. നമുക്ക് ആ പെൺകുട്ടിയെ നേരത്തെ അറിയാമെന്ന് വെച്ചു. And you see her in her bridal clothes. ഒരു വധു ധരിക്കുന്ന വസ്ത്രത്തിലാണ് ടീന ഇരിക്കുന്നതെന്നും വെച്ചു. But you already know that Tina is married for 4 years. എങ്കിലും നമുക്ക് അറിയാമായിരിക്കും വ്യക്തിപരമായിട്ട് ടീന 4 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. So what will you go and tell her? You're going to get married again? അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ടീനയോട് എന്തുമായിരിക്കും പോയി ഈ ദർശനം എങ്ങനെയായിരിക്കും നമ്മൾ ടീനയോട് പറയുന്നത്? വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണെന്നാണോ? No. അല്ല. There is another meaning to it. അതിന് പിന്നിൽ മറ്റൊരു അർത്ഥമുണ്ട്. That is why we need to be careful to interpret our visions. അതുകൊണ്ട് തന്നെ ദർശനങ്ങൾ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. So when you pray, the Lord will give you revelation. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വെളിപാട് ദൈവം നമുക്ക് തരും. In this example, let me this is just for example's sake. ഇതൊരു ഉദാഹരണം മാത്രമാണ്.
Maybe it is God trying to communicate to this girl that he sees her as his bride. ഒരു പക്ഷേ ആ ദർശനം ടീനയുടെ കാര്യത്തിൽ നമ്മൾ കേട്ട ആ ദർശനത്തിൻ്റെ അർത്ഥം ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മണവാട്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ടീനയെ കാണുന്നു എന്നായിരിക്കും. And he wants to be having a closer relationship with her as his bride. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അടുത്ത ഒരു ബന്ധം ദൈവം ആവശ്യപ്പെടുന്നു ടീനയുമായിട്ട് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. So even for visions, you need to pursue God for the interpretation. അതുകൊണ്ട് തന്നെ ദർശനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ദൈവത്തെ പിന്തുടരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. So we said that visions are more literal, more direct and less symbolic. അപ്പം നമ്മൾ കേട്ടു ദർശനം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായും വളരെയധികം ഉള്ളടക്കമുള്ള വ്യാഖ്യാനങ്ങൾ ഇല്ലാത്തതായതും ആയിരിക്കും. But dreams are the opposite. എങ്കിൽ സ്വപ്നങ്ങളോ നേരെ മറിച്ചാണ്. Mostly dreams are symbolic. പലപ്പോഴും സ്വപ്നങ്ങൾക്ക് പിന്നിൽ മറ്റൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. And very few dreams are literal and direct and clearly expressed. വളരെ കുറച്ച് സ്വപ്നങ്ങൾ മാത്രമായിരിക്കും വ്യക്തമായി നമ്മൾ കാണുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഉദ്ദേശിക്കുന്നത്. So let me just dive into the topic of dreams. അതുകൊണ്ട് തന്നെ സ്വപ്നം എന്നുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിയാം. If you check the word of God, ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ from the Old Testament to the New Testament, we see God intervene in the lives of his people through dreams. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് നമുക്ക് കാണാം ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ടിരുന്നുവെന്ന്. He chose this amazing medium of communication. സ്വപ്നം എന്ന ഈ ഒരു മാർഗത്തിൽ കൂടിയാണ് ദൈവം പലപ്പോഴും സംസാരിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരുന്നത്. So let me just read out a foundational scripture for dreams, and this will set the tone for our journey with dreams. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അടിസ്ഥാനപരമായ വചനം നമുക്കിപ്പോൾ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം. Job chapter 33 verses 14 to 18 says, യോബിന്റെ 33:14 തൊട്ട് 18 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. For God may speak in one way or in another, yet man does not perceive it. In a dream, in a vision of the night, when deep sleep falls upon men, while slumbering on their beds, then he opens the ears of men and seals their instruction, in order to turn man from his deed and conceal pride from man. He keeps back his soul from the pit and his life from perishing by the sword. അത് നമുക്കിങ്ങനെ വായിക്കാം. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്നും അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്നും രക്ഷിപ്പാനും തന്നെ. അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു. So we will get into this verse part by part as we progress learning about dreams. അപ്പം നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ പല ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് നോക്കി പഠിക്കാം. So we see that in verse that God opens the ears of men in verse 16. 16ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണിക്കുന്നു ദൈവം ചെവിയെ തുറക്കുന്നു എന്ന്. So that means God opens our ears, and when we see a dream, we are hearing the voice of God. അതിൻ്റെ അർത്ഥം നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ദൈവം അതിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്നാണ്. Now let me just share about how we are wired to receive a dream. എങ്ങനെയാണ് ദൈവം നമ്മളെ ഒരു സ്വപ്നം സ്വീകരിക്കാനായിട്ട് സൃഷ്ടിച്ചതെന്ന് നമുക്ക് നോക്കാം. Genesis 1:26 says that we are made in God's image and likeness. ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. That means we also know that John chapter 4 verse 24 says that God is spirit. യോഹന്നാൻ 4:24 നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ദൈവം ആത്മാവാണ്. So we also are a spirit. അതുകൊണ്ട് നമ്മളും ആത്മാവാകുന്നു. We can say that we are a spirit and we have a soul and we live in a body. നമുക്ക് ഇങ്ങനെയും പറയാം നമ്മൾ ആത്മാവാകുന്നു, നമുക്കൊരു ദേഹിയുണ്ട്, നമ്മുടെ ശരീരത്തിൽ വസിക്കുകയും ചെയ്യുന്നു. And Psalm 121 verse 3 says, the God who watches over Israel never sleeps. സങ്കീർത്തനത്തിന്റെ 121:3. 121:3 ഇങ്ങനെ പറയുന്നു ദൈവം ഉറങ്ങുന്നില്ല, ഇസ്രായേലിന്റെ മേൽ കാത്തുകൊണ്ട് നോക്കുകയും ചെയ്യുന്നുവെന്ന്. So God never sleeps. അപ്പം ദൈവം ഉറങ്ങുന്നില്ല. God who is spirit never sleeps. ആത്മാവാകുന്ന ദൈവം ഉറങ്ങുന്നില്ല.
So that means when we are sleeping, our body and our mind, which is actually our soul carries mind, will, and emotions. It is all at rest. Our soul and our body is at rest. അതിൻ്റെ അർത്ഥം നമ്മൾ ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ ദേഹി, അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകളെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ആ ദേഹി ഉറങ്ങുകയാണ്, ശരീരം ഉറങ്ങുകയാണ്, എങ്കിലും ആത്മാവ് ഉണർന്നിരിക്കുന്നു. But our spirit is awake. നമ്മുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നു. Our spirit never sleeps, just like the one whom we are created in his image never sleeps. ദൈവത്തിൻ്റെ സാദൃശ്യം നമ്മൾ സൃഷ്ടിച്ച ആ ദൈവം ആത്മാവാകുന്ന പോലെയും ആ ദൈവം ഉറങ്ങാതിരിക്കുന്ന പോലെയും നമ്മളാകുന്ന ആത്മാവ് ഉറങ്ങുന്നില്ല. So our spirit is awake all night, ready to commune with God. അപ്പോൾ രാത്രി മൊത്തം നമ്മുടെ ആത്മാവ് ഉറങ്ങാതെ ഉണർന്നിരിക്കുകയാണ് ദൈവത്തിനോട് സംസാരിക്കാൻ. So it is an amazing time to receive downloads from heaven. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു വളരെ നല്ല സമയമാണ് രാത്രി ഉള്ള സമയം. You know why? എന്തുകൊണ്ടെന്നറിയോ? Because our mind is shut off. കാരണം നമ്മുടെ മനസ്സ് അങ്ങ് അടഞ്ഞിരിക്കുകയാണ്. When God wants to reveal something truly amazing that's beyond our minds will not stop us from receiving that download. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ മനസ്സിനും അപ്പുറമായ മനോഹരമായ കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിന് നമ്മളെ തടസ്സപ്പെടുത്താനാവില്ല, കാരണം മനസ്സുറങ്ങുകയാണ്. So we read in Job chapter 33 verse 14 that, we see here that but man does not perceive it. യോബ് 33:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ലെന്ന്. The beginning, once again I want to read that. For God may speak in one way or in another, yet man does not perceive it. Can we read verse 14 of Job 33? യോബ് 33:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. So God is trying to speak. അപ്പോൾ ദൈവം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, Man is not able to perceive it. എന്നാൽ മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. So what does the word perceive mean? അപ്പം ഗ്രഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? It means to appreciate, അതിൻ്റെ അർത്ഥം അതിന് മാന്യത കൊടുക്കുക, to consider, അതിനെക്കുറിച്ച് ചിന്തിക്കുക, to become aware of. അതിനെക്കുറിച്ച് അറിവുള്ളവരാകുക. So let it be never said of us that God was always speaking to him or her, but he or she never considered it or never appreciated it. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഇടവരുത്താതിരിക്കരുത്. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു, എന്നാൽ നമ്മളോ അത് ഗ്രഹിച്ചില്ല, അതായത് നമ്മൾ അതിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തില്ല, അത് ശ്രദ്ധിച്ചില്ല എന്ന്. Sometimes what is the problem that we have with dreams? പലപ്പോഴും സ്വപ്നങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള പ്രശ്നം എന്തുവാണ്? It's not clearly expressed. പലപ്പോഴും അതിൻ്റെ അർത്ഥം വ്യക്തമാകുന്നില്ല എന്നാണ്. It is highly symbolic many times. അതിൽ ഒത്തിരി അർത്ഥങ്ങളും ഉള്ളടക്കങ്ങളും ഉണ്ട്. And why does God choose to do that? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ സ്വപ്നത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത്? The same reason why Jesus was speaking in parables during his day. ഇതേ കാരണങ്ങളാണ് യേശുക്രിസ്തു നമ്മളോട് ഉപമകളിൽ കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്. So when Jesus gave a parable, after he shared the entire parable, his disciples would come after him and tell Jesus, we had no idea what that parable was about. Please explain the meaning to us. യേശുക്രിസ്തു ഉപമകളിൽ കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനുശേഷം ശിഷ്യന്മാർ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു, താങ്കൾ എന്തുവാ പറയുന്നത്, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിരുന്നു, ഒന്നും മനസ്സിലാക്കി തരൂ. Why did the disciples come back to Jesus? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ തിരിച്ച് യേശുക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോയത്? They were hungry to know the truth. കാരണം സത്യം അറിയാനുള്ള വിശപ്പുണ്ട്. I want to say something here. ഇവിടെ ഞാൻ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. Milk is for babies, പാല് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, but meat is for the mature. എന്നാൽ മാംസം പക്വതയേറിയവർക്കുള്ളതാണ്. So God doesn't want to spoon feed us all of our lives. അതുകൊണ്ട് നമ്മുടെ ആയുഷ്കാലം മൊത്തം നമുക്കിങ്ങനെ ചോറ് ഊട്ടിക്കൊണ്ടിരിക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. He wants us to come after him. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തെ പിന്തുടരും. He wants to see our desperation and our hunger. നമ്മുടെ ആ വിശപ്പും ആ തീവ്രതയും ദൈവത്തിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. To know the truth. സത്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം. He wants to see us pursue him for the interpretation of our dreams. നമ്മുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിനായി നമ്മൾ ദൈവത്തെ പിന്തുടരുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And that is why sometimes God uses symbols that are difficult to understand in our dreams. അതുകൊണ്ടാണ് പല സമയം അടയാളങ്ങൾ മനസ്സിലാക്കാൻ, സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അടയാളങ്ങൾ കൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്വപ്നത്തിൽ. So that's why we can term
dreams as God's night parables. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വപ്നത്തെ ഇങ്ങനെയും പറയാം, ദൈവത്തിൻ്റെ രാത്രിയിലുള്ള ഉപമകൾ എന്ന്. Dreams are God's invitation for us to pursue Him further. ദൈവത്തെ ഇനിയും അധികം പിന്തുടരാനുള്ള നമ്മുടെ ക്ഷണക്കത്താണ് സ്വപ്നങ്ങൾ. So, dreams is a very comprehensive topic. അതുകൊണ്ട് തന്നെ സ്വപ്നം എന്ന് പറയുന്നത് വളരെയധികം ഉള്ള ഒരു സബ്ജക്റ്റാണ്. So, with permission from Kavita Chechi, from Pastor Kavita, I've decided to share bit by bit on dreams, and I'm not going to cover the entire topic today. അതുകൊണ്ട് തന്നെ പാസ്റ്റർ കവിതയുടെ പെർമിഷനോടി ഞാൻ ഇതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. Because if we learn it well and we have the basics and the foundation right, it will help us. കാരണം നമ്മൾ ഇത് നല്ലപോലെ പഠിച്ചാൽ, നമ്മൾക്ക് ഇതിൻ്റെ അടിസ്ഥാനം ഉറച്ചാൽ നമുക്ക് നല്ലപോലെ ഈ വിഷയത്തിൽ മുന്നേറാൻ സാധിക്കും. Okay, so now let me talk about the different categories of dreams. ഇനി നമുക്ക് വ്യത്യസ്തമായ സ്വപ്നങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. First, a broad category of dreams are dreams for immediate application. അതിൽ ഒരു തരത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്ന ഉടനെ പ്രയോജനമാകുന്ന സ്വപ്നം. And one type of dream that comes under this ഇതിൻ്റെ കീഴിൽ, ഈ തലക്കെട്ടിൻ്റെ കീഴിലുള്ള ഒരു തരത്തിലുള്ള സ്വപ്നമാണ് are called waking dreams. ഉണർത്തുന്ന സ്വപ്നങ്ങൾ. Waking dreams meaning, if I could give a sign for a waking dream, it would be an underline. അതിന് ഞാനൊരു ചിഹ്നം നിങ്ങൾക്ക് തരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വരയിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക എന്നാണ്. Why do we underline something? എന്തിനാണ് നമ്മളൊരു കാര്യം അണ്ടർലൈൻ ചെയ്യുന്നത്? Because it is important. കാരണം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുകൊണ്ടാണ്. So waking dreams are important and they stress on significance. അതുകൊണ്ട് തന്നെ ഉണർത്തുന്ന സ്വപ്നങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ മുഖ്യത്വത്തെ അത് എടുത്തു കാണിക്കുന്നു. Why is it called a waking dream? എന്തുകൊണ്ടാണ് ഉണർത്തുന്ന സ്വപ്നം എന്നതിനെ പറയുന്നത്? Because as soon as you finish seeing the dream, you wake up. കാരണം നമ്മളത് കണ്ടതിന് ശേഷം നമ്മൾ വേഗം ഉണരുന്നു. It is your first impression of your day. അതാണ് നമ്മുടെ അന്നത്തെ ദിവസത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാട്. It is impossible to forget a waking dream. ഉണർത്തുന്ന സ്വപ്നത്തെ മറക്കാൻ ബുദ്ധിമുട്ടാണ്. So as soon as you finish seeing the dream, you wake up. അപ്പോൾ നമ്മൾ ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ഉണരുന്നു. And you have a lasting impression of that dream with you. എന്നിട്ട് ആ സ്വപ്നം അന്നത്തെ ദിവസം മൊത്തം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. And why did I say that this comes under a dream for immediate application? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഉടനെ തന്നെ പ്രാധാന്യം അല്ലെങ്കിൽ മുഖ്യത്വമുള്ള ഒരു സ്വപ്നമാണ് ഈ Because തരത്തിലുള്ള സ്വപ്നം? they require action. കാരണം അതിൽ നമ്മുടെ പ്രവർത്തനം ആവശ്യമാണ്. You need to take a step of obedience based on what you see in the dream. ആ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുസരണത്തിൽ ചുവടെടുത്ത് വെക്കണം. There's some quick action that needs to take place after you see this dream. ഈ സ്വപ്നം കണ്ടതിന് ശേഷം നമ്മൾ നിന്നും വളരെ വേഗം ഒരു പ്രവൃത്തി ദൈവം ആവശ്യപ്പെടുന്നു. Now let me read out a scripture from Genesis 41 that talks about waking dreams. ഉൽപ്പത്തി 41 നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം ഇതിന്റെ ഈ സ്വപ്നത്തിന്റെ മുഖ്യത്വത്തെക്കുറിച്ച് അറിയാൻ. Genesis 41 verses 2 to 7 says, ഉൽപ്പത്തി 41 2 മുതൽ 7 വരെയുള്ള 2 മുതൽ 7 വരെ നമ്മളിങ്ങനെ വായിക്കുന്നു. Suddenly there came up out of the river 7 cows, fine looking and fat, and they fed in the meadow. Then behold, 7 other cows came up after them out of the river, ugly and gaunt, and stood by the other cows on the bank of the river. And the ugly and gaunt cows ate up the 7 fine looking and fat cows. And then we see, so Pharaoh awoke. And then in verse 5 we continue to see that he slept and dreamed a second time, and suddenly 7 heads of grain came up on one stalk, plump and good. Then behold, 7 thin heads, blighted by the east wind, sprang up after them. And the 7 thin heads devoured the 7 plump and full heads. And then it says, so Pharaoh awoke, and indeed it was a dream. അപ്പം നമ്മളത് ഇങ്ങനെ വായിക്കാം. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്നാൽ അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപവുമായുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി. രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും
നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു, അത് സ്വപ്നമെന്ന് അറിഞ്ഞു. So we see that Pharaoh has 2 dreams in the same night. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും അതേ രാത്രി ഫറവോന് 2 സ്വപ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. And he wakes up as soon as he finishes one dream. അതിൽ ഒരു സ്വപ്നം കഴിഞ്ഞതും ഫറോ ഉടനെ തന്നെ ഉണർന്നു. The same thing happens with the second dream also. രണ്ടാമത്തെ സ്വപ്നത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. And we see that in the next verse that Pharaoh was troubled. അടുത്ത വചനത്തിൽ നമ്മിങ്ങനെ കാണാം, അതിനുശേഷം ഫറോന്റെ മനസ്സ് കഷ്ടപ്പെട്ടിരുന്നു. So why? എന്തുകൊണ്ടായിരുന്നു അത്? So a waking dream will either trouble you into taking an action, കാരണം ഉണർത്തുന്ന സ്വപ്നം ഒന്നിയിൽ നമ്മളെ പ്രവർത്തിക്കാനായിട്ട് കഷ്ടപ്പെടുത്തും. ഒരു നല്ല ബുദ്ധിമുട്ട, അതൊരു നല്ല തരത്തിലുള്ള ബുദ്ധിമുട്ട്. or he will encourage you into peace. അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നമുക്കൊരു പ്രചോദനം തരും. See, this is why when Pharaoh sees these 2 dreams, he is able to actually take some action, and he calls for the magicians and wise men in the land. നല്ലൊരു രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സ്വപ്നം കണ്ട് തീർന്നതും ഫറോ പെട്ടെന്ന് അവിടെയുള്ള ജ്ഞാനികളെയും മന്ത്രവാദികളെയും ഒക്കെ കൂട്ടിച്ചേർത്ത്. And finally we see Joseph comes into the picture and he brings in the solution for what God was planning to do in Egypt. അങ്ങനെ യോസഫ് പടത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. എന്നിട്ട് ദൈവ പദ്ധതി അവിടെ നിറവേറാൻ അത് വഴിയൊരുക്കുന്നു. So Pharaoh takes some action on this. അപ്പം നമുക്ക് കാണാം ഫറവോൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തി എടുത്തു, അല്ലെങ്കിൽ ഒരു ചുവടെടുത്തു എന്ന്. And it led to Joseph saving millions of people. അതിൻ്റെ ഫലമെന്ന് പറയുന്നു യോസേഫ് ഒത്തിരി ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായി. So that is why waking dreams are important. അതുകൊണ്ട് തന്നെയാണ് ഉണർത്തുന്ന സ്വപ്നങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാകുന്നത്. And let me share it from one of my experiences. ഇനിയും റൂത്തിൻ്റെ ഒരു അനുഭവം പങ്കിടുന്നു. I was seeing 4 dreams during a period of time along the same theme. ഞാൻ ഒരു സമയദൈർഘ്യത്തിനുള്ളിൽ തന്നെ 4 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. This was happening over a period of months, I would say, or weeks. ഇത് കുറച്ച് ആഴ്ചകളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. But the last dream, and one thing I have to say is that, so this dream was about, the theme of the dream was, ഈ സ്വപ്നത്തിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു മുഖ്യ തലക്കെട്ടെന്ന് പറയുന്നത് ഇതായിരുന്നു. it was about me reconciling with someone. ഞാൻ ഒരാളുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു. And I had procrastinated reconciling with this person. ഞാനാണെങ്കിൽ ആ കാര്യം കുറച്ച് നാളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. Why? Because this person was very difficult to reconcile with. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കുറച്ച് നിരപ്പ് പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. I thought it was hugely impossible. ഞാൻ വിചാരിച്ചത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നായിരുന്നു. So the last dream I see, the 4th dream that I see, ഞാൻ കണ്ട അവസാനത്തെ സ്വപ്നം, 4ാമത്തെ സ്വപ്നം, it was a waking dream. അത് ഉണർത്തുന്ന ഒരു സ്വപ്നമായിരുന്നു. After I woke up, ഞാൻ ഉണർന്നതിന് ശേഷം I knew I had to do something about it. എനിക്കറിയായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചുവടെടുക്കണമെന്ന്. So in all these dreams I see I am reconciling with the person, and it happens. ഈ സ്വപ്നങ്ങളിലൊക്കെ ഞാൻ കാണുന്നത് ഞാൻ ആ വ്യക്തിയുമായിട്ട് നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് വന്നിട്ട് ഞങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു. But I found it so hard to believe. എങ്കിലും അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. So after I woke up and I prayed, ഞാൻ ഉണർന്നതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം I felt the Lord talk to me. ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുഭവിക്കുകയുണ്ടായി. I'm giving you a window of time ഞാൻ നിനക്കൊരു സമയദൈർഘ്യം തരികയാണ് to reconcile with this person. ആ വ്യക്തിയോട് പോയി നിരപ്പ് പ്രാപിക്കാൻ. If you don't, അത് ചെയ്തില്ലെങ്കിൽ it may not happen again. അത് വീണ്ടും നടന്നു എന്ന് വരില്ല. So I knew it was serious. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെയധികം മുഖ്യത്വം ഉള്ളൊരു സംഭവമാണ്. I took action the same day. ആ ദിവസം തന്നെ ഞാൻ അതിനുള്ള ചുവടുകളും നീക്കി. I went up to the person. ഞാൻ ആ വ്യക്തിയോട് പോയി. I didn't know what the outcome would be. എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെ ആയിത്തീരുമെന്ന്. But during those dreams, when I was seeing all those dreams, I felt a lot of peace. ഞാൻ ആ സ്വപ്നം കാണുന്ന ആ നേരത്തൊക്കെ എൻ്റെ ഉള്ളിൽ വളരെയധികം സമാധാനമുണ്ടായിരുന്നു. So that affirmed me. അത് എനിക്കൊരു ഉറപ്പ് നൽകി. So I went up to the person. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയിലേക്ക് അടുത്തേക്ക് പോയി. And very much against my predictions or my doubts,
എൻ്റെ സംശയങ്ങൾക്ക് വിരുദ്ധമായി തന്നെ the person responded very kindly അദ്ദേഹവും വളരെയധികം ദയോടെയാണ് എന്നോട് and പ്രതികരിച്ചത്. reconciled with me. എന്നിട്ട് എന്നോട് നിരപ്പും സ്ഥാപിച്ചു. So this is waking dreams. ഇതാണ് ഉണർത്തുന്ന ഒരു സ്വപ്നം. Now let me talk about decision dreams. ഇനിയും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സ്വപ്നങ്ങൾ. So if I could give a punctuation sign for decision dreams, ഇതിന് എടുത്തെറിയിക്കുന്ന ഒരു അടയാളം കൊടുക്കണമെങ്കിൽ what would that be? അതെന്തുമായിരിക്കും? Question mark. ഒരു ചോദ്യചിഹ്നമായിരിക്കും. So in a decision dream, you might see yourself being asked a question or you are given some choices. ഒരു തീരുമാനം എടുക്കുന്ന സ്വപ്നങ്ങളിൽ പലപ്പോഴും നമുക്കൊരു ചോദ്യം തരും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുമായിരിക്കും. You can watch yourself in the dream making a decision or picking up a choice. ആ സ്വപ്നത്തിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും, നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിൽ. So like I said, our mind and our body is shut off during our sleep. ആ ഉറക്കത്തിൻ്റെ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്. But our spirit is awake. എങ്കിലും നമ്മുടെ ആത്മാവ് ഉണർന്നിരിക്കുകയാണ്. So actually it's your spirit making those decisions in the dream. അപ്പം സ്വപ്നം കാണുന്ന നേരത്ത് നമ്മുടെ ആത്മാവാണ് ആ തീരുമാനങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ കൂടി എടുക്കുന്നത്. So watch carefully the choices you make in a dream. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. And it will tell you what's going on in your spirit, whether it is good or bad. അത് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കും, നമ്മുടെ ആത്മമണ്ഡലത്തിൽ നടക്കുന്നത് നല്ലതാണോ അല്ലയോ. We see in 1 Kings chapter 3 verses 5 to 15. 1 രാജാക്കന്മാരുടെ 3:5-15 നമ്മളിങ്ങനെ വായിക്കുന്നു. I'll just read out 2 verses. Verse 5 says, At Gibeon, the Lord appeared to Solomon in a dream by night, and God said, Ask, what shall I give you? 1 Kings chapter 3 verse 5. 1 രാജാക്കന്മാരുടെ 3:5 നമ്മളിങ്ങനെ വായിക്കുന്നു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. What would we say? നമ്മൾ എന്ത് പറയും? What would our spirit man answer to God in our sleep? ഈ ചോദ്യം നമ്മളോടായിരുന്നെങ്കിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ ദൈവത്തോട് എന്ത് ഉത്തരമായിരിക്കും പറയുന്നത്? Verse 9 says, Therefore give to your servant an understanding heart to judge your people, that I may discern between good and evil. For who is able to judge this great people of yours? അതിൽ 9ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? So we can see our spirit's condition in our decision dream. അപ്പം നമ്മുടെ തീരുമാനം എടുക്കുന്ന സ്വപ്നങ്ങളിൽ നമ്മുടെ ആത്മീക മനുഷ്യന്റെ അവസ്ഥ നമുക്കറിയാൻ കഴിയും. And we can course correct our life based on what we see. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദിശ തിരിച്ച് നേർവഴി കൂടെ നയിക്കാൻ നമുക്ക് സാധിക്കും. Another category of dreams are encouraging dreams. മറ്റൊരു തരത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്ന ഉത്സാഹിക്കുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം തരുന്ന സ്വപ്നങ്ങൾ. I love encouraging dreams. ധൈര്യം തരുന്ന സ്വപ്നങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. So they revive your soul and they give you a good recharge. അത് നമ്മുടെ ദേഹിയെ ഉണർത്തി നമുക്ക് നല്ലൊരു പ്രചോദനം തരുന്നു. Probably in an encouraging dream you might see God may give you a glimpse of a victory that is going to happen or a blessing that you're going to receive. ഈ ധൈര്യപ്പെടുത്തുന്ന സ്വപ്നത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ വിജയമോ അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു ദൃശ്യം പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. We see in Judges 7 where God promises Gideon that he tells Gideon, you and your 300 men, you are going to the Midianite camp and you will get victory over the Midianites. ന്യായാധിപതികളുടെ പുസ്തകം 7 നമ്മൾ കാണുന്നു, ദൈവം ഗിദിയോനോട് വാക്ക് കൊടുക്കുകയാണ്, ഗിദിയോനും ഗിദിയോന്റെ വീര്യர்களுം പോയി ജയം പ്രാപിച്ച് മടങ്ങുമെന്ന്. And the Midianite army is a huge army beyond number. മിദിയാൻ സൈന്യം എന്ന് പറയുന്നത് വലിയൊരു സൈന്യമാണ്, എണ്ണപ്പെടാൻ കഴിയാത്ത അത്രയും പേരുണ്ട്. It looks almost impossible to conquer the Midianite army. അത് ഒറ്റ നോട്ടത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതാണ് ആ സൈന്യത്തെ കീഴടക്കുക എന്ന് പറയുന്നത്. After giving this promise to Gideon, God tells him, if you are still afraid, just go to the Midianite camp and hear what they have to say. ദൈവം എന്നിട്ട് ഗിദിയോനോട് പറയുവാണ്, ഇതിന് ശേഷവും നിനക്ക് ഭയമുണ്ടെങ്കിൽ ആ മിദ്യാനികരുടെ സ്ഥലത്ത് പോയിട്ട് അവിടെ ഉള്ള സംഭാഷണം എന്തെന്ന് ഒറ്റുകേൾക്കുക. So let me read out verse 13 onwards to 15. അതുകൊണ്ട് തന്നെ ന്യായാധിപതികളുടെ 7:13-15 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. And when Gideon had come, there was a man telling a dream to his companion.
He said, I have had a dream. To my surprise, a loaf of barley bread tumbled into the camp of Midian. It came to a tent and struck it so that it fell and overturned, and the tent collapsed. നമ്മളിങ്ങനെ വായിക്കുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം മിദ്യാനരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ടു. അങ്ങനെ ആ കൂടാരം വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. And verse 14 and 15 says, Then his companion answered and said, This is nothing else but the sword of Gideon, the son of Joash, a man of Israel. Into his hand God has delivered Midian and the whole camp. Verse 15 says, And so it was when Gideon heard the telling of the dream and its interpretation that he worshipped. He returned to the camp of Israel and said, Arise, for the Lord has delivered the camp of Midian into your hand. 14-15 നമ്മളിങ്ങനെ വായിക്കാം. അതിന് മറ്റവൻ, ഇത് യോശാവിൻ്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിയൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനെയും ഈ പാളയത്തെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിൻ്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന്, എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാൻ്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. After hearing the interpretation of the dream, Gideon is worshipping the Lord. അപ്പോൾ ആ സ്വപ്നത്തിന്റെ അർത്ഥം കേട്ടതിന് ശേഷം ഗിഡിയോൻ ദൈവത്തെ ആരാധിക്കുകയാണ്. A fearful Gideon becomes an encouraged and courageous Gideon. ഭയമുള്ള ഗിദിയോൻ ധൈര്യമുള്ള ഒരു ഗിദിയോനായി മാറുകയാണ് അവിടെ. All because of an encouraging dream. അതൊരു ധൈര്യം കൊടുക്കുന്ന സ്വപ്നം കാരണമായിരുന്നു. This is what encouraging dreams can do. ഇതാണ് ധൈര്യം പകരുന്ന സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. Especially when you're going through a difficult phase in life, an encouraging dream can revive your heart. നമ്മുടെ ജീവിതത്തിൽ കൂടി വളരെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സ്വപ്നത്തിന് നമ്മുടെ ഹൃദയത്തിന് ഒരു പുതിയ ഉണർവ് തരാൻ സാധിക്കും. Let me share one of my encouraging dreams from my own life. ഞാൻ കണ്ട ഇതുപോലെ ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് ഞാനിപ്പോൾ കുറച്ച് പങ്കിടാം. At one point of time, I was going through a very difficult phase in life. എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. I didn't know how I'm going to take another day. എങ്ങനെ ഒരു ദിവസം കൂടി കടന്നു കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. And that day before I went to bed, I just knelt down and I prayed and I just slept off. അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മുട്ടുമേ കുത്തി പ്രാർത്ഥിച്ച് ഉറങ്ങി. And I see a dream. ഞാൻ അപ്പോൾ ഒരു സ്വപ്നം കണ്ടു. I saw myself as one of the players in a successful national hockey team. ഒരു വളരെ വിജയകരമായ നാഷണൽ ഹോക്കി ടീമിലെ ഒരു കളിക്കാരനായിട്ട് ഞാൻ എന്നെ തന്നെ കണ്ടു. And then I see myself, my body is harnessed with a rope to another rope that is hung across the sky. ആകാശത്തിന് മേൽ തൂക്കി വെച്ചിരിക്കുന്ന ഒരു കയറിലേക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കയറ് കെട്ടി അതിനോട് കോർത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടോ സ്വപ്നത്തിൽ. It's like you can imagine something that happens in a circus or something. ഇതൊരു സർക്കസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ട്രപ്പീസിയം ആക്ടിനെ പോലെയൊക്കെ ആയിരിക്കും. So I was not just doing this, I was doing something else also. അതേസമയം ഞാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. You remember this saw with which you cut wood? നമ്മൾ ഈ തടി മുറിക്കുന്ന സോ ഉണ്ടല്ലോ. I was holding a mini saw. The handle of the saw was in my mouth. ഞാനൊരു ചെറിയ സോ പിടിച്ച് അതിൻ്റെ പിടിയോ എൻ്റെ വായിലായിരുന്നു. And with the same mouth, I am munching on a fruit. എന്നാൽ അതേ വാ കൊണ്ട് ഞാൻ ഒരു ഫലവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Can you imagine, like you are eating a fruit and you're holding the handle of a blade? It's a saw. ഒരേ വാ കൊണ്ട് ഒരു സോ എന്ന ബ്ലേഡിന്റെ പിടിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ചിന്തിക്കാൻ പറ്റൂ. At the same time, I had to maneuver myself from one end of the sky. In the dream, it was I had to maneuver myself from the left end of the sky to the right end of the sky. അതേസമയം അതേ സ്വപ്നത്തിൽ ഞാൻ ആ കയറുമേ തൂങ്ങി ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തിലേക്ക് ആകാശത്ത് ചലിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. Now we know that there are no ends to the sky. നമുക്കറിയാം ആകാശത്തിന് ഒരു അറ്റവും ഇല്ല. So it looked really hard to do together all this. ഈ സ്വപ്നത്തിൽ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യാൻ വളരെ കഷ്ടമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. And in the next scene, എന്നാൽ അടുത്ത രംഗത്തിൽ I see the coach of the national hockey team. നാഷണൽ ഹോക്കി ടീമിന്റെ കോച്ചിനെ ഞാൻ കാണുന്നു. He is being interviewed. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. Remember, we are a successful national hockey team. നിങ്ങൾ ഓർക്കണം, ഞങ്ങളിപ്പം വളരെ വിജയകരമായ ഒരു ഹോക്കി ടീമായിരുന്നു.
And to the interviewer, he's saying something like this. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് അദ്ദേഹം ആ കോച്ച് ഇങ്ങനെ പറയുകയായിരുന്നു, He's talking about me. എന്നെ അതായത് റൂത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇങ്ങനെ. It looks like it's almost impossible to do this task, but this girl does it well and without falling. കണ്ടാൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ അസംഭവമെന്ന് തോന്നുമെങ്കിലും ഈ കുട്ടി വീഴാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. He was all praises for me in the dream. അതിൽ എന്നെ പുകഴ്ത്തിക്കൊണ്ട്, റൂത്തിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ആ സ്വപ്നത്തിൽ. And while he's talking about this, I also see the same set of clothes that I was wearing the previous night while I prayed to the Lord. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉടുത്തുകൊണ്ടിരുന്ന അതേ വസ്ത്രമായിരുന്നു സ്വപ്നത്തിൽ ഞാൻ ധരിച്ചുകൊണ്ടിരുന്നത്. When I woke up from the dream, I was quite baffled. ഞാൻ സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അത്ഭുതപ്പെട്ടു. I wondered what that dream meant. എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ അർത്ഥം എന്തുവായിരുന്നു, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തുവായിരുന്നു. As I prayed about it, I felt the Lord give me revelation about the dream. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിനെക്കുറിച്ച് ഒരു വെളിപാട് എനിക്ക് തന്നിരുന്നു. And I was filled with joy when I got the revelation. ആ വെളിപാട് കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. The Lord is the coach. ആ കോച്ച് മറ്റാരുമല്ല, കർത്താവായിരുന്നു. And he was extremely proud of me for sticking through that phase of my life. ആ ബുദ്ധിമുട്ട് ഘട്ടത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ദൈവത്തിന് എന്നോട് വളരെയധികം സന്തോഷമായിരുന്നു പ്രകടിപ്പിക്കുമായിരുന്നു. And I also felt greatly encouraged that the Lord acknowledged something. ദൈവം അത് തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് അധികം ധൈര്യവും പകർന്നു. He acknowledged that I was going through a very difficult phase in my life by describing the task I was doing in that dream. ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട ആ പ്രവൃത്തി, ആ ബുദ്ധിമുട്ടുള്ള പ്രവൃത്തി ഞാൻ പോയിക്കൊണ്ടിരുന്ന കഷ്ടതയായിരുന്നു വർണ്ണിച്ചുകൊണ്ടിരുന്നത്. And also seeing the same set of clothes in the dream meant that God was responding to the prayer that I made wearing the same set of clothes the previous night. അന്ന് രാത്രി ഞാൻ ധരിച്ച അതേ വസ്ത്രം സ്വപ്നത്തിലും വന്നതുകൂടി ദൈവം എന്നോട് പറയുകയായിരുന്നു, ഇത് ഞാൻ പ്രാർത്ഥിച്ച സ്വപ്നത്തിനുള്ള ഉത്തരമായിരുന്നു. And this dream encouraged me not to give up on that phase in life. ആ സ്വപ്നം ആ ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ മടുക്കാതെ മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനം തരികയുണ്ടായി. So that's what encouraging dreams can do. ഇതാണ് ധൈര്യപ്പെടുന്ന സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടി Even ചെയ്യുന്നത്. when the world thinks that you cannot go through something, an encouraging dream will propel you into something amazing. ലോകം പോലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ തള്ളുമ്പോൾ ഒരു ധൈര്യപ്പെടുത്തുന്ന സ്വപ്നം ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ മുന്നോട്ട് തള്ളി നീക്കും. Another type of dreams are audible dreams. മറ്റൊരു തരത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്ന സ്വപ്നങ്ങളാണ്. You can call them as dark speeches. അതുകൊണ്ട് ഇരുട്ടിലെ സംസാരങ്ങൾ എന്ന്, അല്ലെങ്കിൽ ഇരുട്ടറയിലെ മൂളലുകൾ എന്നൊക്കെ അതിനെ നമുക്ക് വിളിക്കാം. While it is still dark, you hear those speeches from the Lord. കാരണം ഇരുട്ടാവുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും. You get that vibe from Arun when he is sharing that. നമ്മളത് ഇരുട്ടറയിലെ മൂളലുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. So, if audible dreams were a punctuation, അപ്പം ഇതിനെ നമ്മൾ ഒരു അടയാളമായിട്ട് കാണിക്കുകയാണെങ്കിൽ it would be quotation marks. അത് കൊട്ടേഷൻ മാർക്സ് ആയിരിക്കും. So we see this in 1 Samuel 3. 1 ശമൂവേലിന്റെ 3 നമുക്കിത് കാണാൻ സാധിക്കും. God called Samuel 3 times in the night. വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന പോലെ ശമൂവേലിനെ 3 പ്രാവശ്യം രാത്രിയിൽ വിളിക്കുന്നു. It's not exactly a dream, but he hears something in the night. അതൊരു സ്വപ്നമല്ല, എങ്കിലും കേൾക്കുന്നു വ്യക്തമായിട്ട്. So we can call them as audible dreams. അതുകൊണ്ട് തന്നെ അതിനെ കേൾക്കാൻ പറ്റുന്ന സ്വപ്നങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. This shows that sometimes you hear a voice in a dream, but you're not aware of whether it is God's voice or not. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ ചില ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും അറിയുന്നില്ല അത് ദൈവത്തിൻ്റെ ശബ്ദമാണോ അല്ലയോ എന്ന്. So I would like to encourage you, if you get something like that, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ whenever you hear your name or you are being, whenever you hear your name in a dream or you're being spoken to, നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ പേര് വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതായിട്ടോ നമ്മൾ കേൾക്കുകയാണെങ്കിൽ just get up from the bed. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക. Even if it seems like it's hard, just get up from the bed. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും എഴുന്നേൽക്കുക. Because we are breaking our sleep. കാരണം നമ്മൾ നമ്മുടെ ഉറക്കത്തെ മുറിക്കുകയാണ്. Quieten yourself നമ്മളെ തന്നെ ഒന്ന് ശാന്തമാക്കുക. and tell the Lord, here I am. എന്നിട്ട്
കർത്താവിനോട് പറയുക, അടിയൻ ഇവിടെ. Listen to what he has to say. ദൈവത്തിന് പറയാനുള്ളതിന് കാതോർക്കുകയും ചെയ്യുക. Sometimes God gets our attention when everything is still. പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ശ്രദ്ധ കിട്ടുന്നത് എല്ലാം ഒന്ന് സ്വസ്ഥമാകുമ്പോഴാണ്. Personally, there have been times I have received instructions from the Lord in audible dreams. പലപ്പോഴും എനിക്ക് ദൈവത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള സന്ദർശനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് കേൾക്കുന്ന സ്വപ്നങ്ങളിൽ നിന്ന്. Once I have felt somebody was standing next to my bed and talking to me. ഒരിക്കൽ ആരോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ അനുഭവിക്കുകയുണ്ടായി. I knew it was the Lord. അത് കർത്താവാണെന്ന് എനിക്കറിയായിരുന്നു. Because he confirmed it with his rich presence in the room. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവം അത് എനിക്ക് ഉറപ്പ് വരുത്തിച്ചു. സാന്നിധ്യത്തെ കൊണ്ട് ആ മുറി നിറച്ചു. ആ സാന്നിധ്യം കൊണ്ട് ആ മുറി ദൈവം നിറച്ചു. And I just could not do anything else but just all ears for what he had to say. അപ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല, ദൈവം പറയുന്നതിന് കാതോർക്കാൻ മാത്രമേ പറ്റുള്ളൂ. At some other times, I have actually woken up from a dream, and then I have felt the Lord continue from that dream and give me specific instructions based on the dream. പലപ്പോഴും ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയുണ്ടായി, ഒരു സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നതിന് ശേഷം ആ ഉണർന്ന സ്ഥലത്തിൽ നിന്നും സ്വപ്നം നിർത്തിയ സ്ഥലത്തിൽ നിന്നും മുന്നോട്ടുള്ള ബാക്കി നിർദ്ദേശങ്ങൾ ദൈവം പകരുന്നതായിട്ട് ഞാൻ അനുഭവിക്കുകയുണ്ടായി. So I would like to cover till this point because there's a lot of things to cover based on dreams. അതുകൊണ്ട് തന്നെ പറയാൻ ഒത്തിരി അധികം ഉണ്ടെങ്കിലും ഇന്ന് ഇവിടത്തോടെ ഞാൻ ഇത്രയും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. So these are some categories of dreams. ഇത് ഒരു തരം അല്ലെങ്കിൽ കുറച്ച് വിഭാഗം സ്വപ്നങ്ങളാണ്. And I believe that the Lord has been speaking to you something based on what I have been sharing. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ പങ്കുവെച്ച ഭാഗങ്ങളിൽ നിന്നും ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. And I would like to encourage you to keep your heart open to the Lord. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുക്കുക. The Lord will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. Let me just take this time for the Lord to come in and give us a spirit of revelation. ഈ സമയം നമുക്ക് ദൈവത്തിനായി തുറന്നു കൊടുക്കാം. ദൈവം വന്ന് നമുക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തരാനായിട്ട്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you, Lord. അപ്പാ, അങ്ങയുടെ നന്ദി പറയുന്നു. Thank you for you are interested in our lives. നന്ദി കർത്താവേ, കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് വളരെയധികം താല്പര്യമുണ്ട്. You are interested to speak to your children. ഞങ്ങളോട് സംസാരിക്കാൻ അങ്ങേക്ക് താല്പര്യമുണ്ട്. And Lord, we pray കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു that you would come in അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കണം. in a fresh way ഒരു പുതിയ രീതിയിൽ into our hearts, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, into our lives. ഞങ്ങളുടെ ജീവിതത്തിനുള്ളിൽ. We pray that we will quieten ourselves ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ തന്നെ സ്വസ്ഥരാക്കി and we'll keep ourselves ready to hear from you. അങ്ങയിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ഒരുക്കത്തോടായിരിക്കും. Just like Paul says, പൗലോസ് പറയുന്ന പോലെ തന്നെ give us a spirit of revelation. വെളിപാടിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. Give us a spirit of understanding. അറിവിന്റെ മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. And Lord, we pray കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, you'll give us wisdom ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. to understand, മനസ്സിലാക്കാൻ wisdom ജ്ഞാനം, to discern വകഭേദിച്ചറിയാൻ what is from you അങ്ങിൽ നിന്ന് എന്താകുന്നുവെന്നും and what is not from you. അങ്ങിൽ നിന്ന് അല്ലാത്തതും. Holy Spirit, പരിശുദ്ധാത്മാവേ, we pray that you bless your body. അങ്ങയുടെ സഭയായ ശരീരത്തെ അനുഗ്രഹിക്കണം. Bless your body. അങ്ങയുടെ ശരീരത്തെ അനുഗ്രഹിക്കണം. Bless your bride. അങ്ങയുടെ മണവാട്ടി That they അനുഗ്രഹിക്കണം. will have visitations from heaven. അവർക്ക് സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ സന്ദർശനം ഉണ്ടാകും. We ask you for visitations from heaven. സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ സന്ദർശനത്തിനായി ഞങ്ങൾ We pray ചോദിക്കുന്നു. that the voice of God will be louder than every other voice in our lives. നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ള മറ്റ് പല ശബ്ദങ്ങളെക്കാളും അങ്ങയുടെ ശബ്ദം ഒച്ചത്തിലായിരിക്കണം എന്ന് And പ്രാർത്ഥിക്കുന്നു. let the voice of God be a compelling force in our lives. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാദൃശ്യമുള്ള, വളരെയധികം പ്രസൻസ് ഉള്ള ഒരു ശബ്ദമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. And whatever the Lord encourages you to set aside so that you can make room for God. ദൈവം എന്തിനെയാണോ മാറ്റി വെച്ച് ദൈവത്തിന് സ്ഥലമുണ്ടാക്കാൻ നിങ്ങളോട് പറയുന്നത്, Just obey God's leading in that. ദൈവം പറയുന്ന കേട്ട് അത് അനുസരിക്കുക. Because He loves to speak to His children. കാരണം ദൈവം തന്റെ മക്കളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. Just like we heard, the Lord seals His instructions in the night. നമ്മൾ കേട്ടതുപോലെ തന്നെ ദൈവം തൻ്റെ രാത്രിയിലുള്ള ആ കാര്യങ്ങളെ ഉറപ്പിക്കുന്നു. Instruct us, Lord. ഞങ്ങളെ നയിക്കണമേ കർത്താവേ. Speak to us, Lord. ഞങ്ങളോട് സംസാരിക്കണമേ We കർത്താവേ. want the meat, God.
ഞങ്ങൾക്ക് മാംസം വേണം We കർത്താവ്. are not satisfied with milk. പാലുകൊണ്ട് മാത്രം തൃപ്തി ഞങ്ങൾ അടയില്ല Make കർത്താവ്. us a discerning bride, O God. ഞങ്ങൾക്ക് വകതിരിവുള്ള വകഭേദിച്ചറിയുന്ന ഒരു മണവാട്ടിയാക്കണം. A bride that receives revelation from heaven. സ്വർഗത്തിൽ നിന്നുള്ള വെളിപാട് സ്വീകരിക്കുന്ന മണവാട്ടി. Holy Spirit, move in our church, O God. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ സഭയുടെ മധ്യ അങ്ങ് I pray ചലിക്കണം. for a double portion of dreams and visions in our church. ഞങ്ങൾ ഇരട്ടിയായ സ്വപ്നങ്ങളും ദർശനങ്ങളും നമ്മുടെ സഭയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. And wherever the enemy has stolen away those dreams and visions, എവിടൊക്കെ ശത്രു ഞങ്ങളിൽ നിന്ന് സ്വപ്നവും ദർശനവും കട്ടുമോഷിച്ചിട്ടുണ്ടോ, we pray for a double fold release, O God. അവിടെ ഇരട്ടിയായ ഒരു റിലീസ് ഉണ്ടാകണമെന്ന് I pray for the പ്രാർത്ഥിക്കുന്നു. children, O God. ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന I കർത്താവേ, pray that they will receive revelation in their dreams, O God. അവരുടെ സ്വപ്നത്തിൽ വെളിപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Exhort them in the dreams, O God. അവരെ സ്വപ്നത്തിൽ ഉത്സാഹപ്പെടുത്തണമെന്ന് Let പ്രാർത്ഥിക്കുന്നു. them encounter you, Lord, through dreams. സ്വപ്നത്തിൽ കൂടെ അങ്ങേ കണ്ടുമുട്ടണമേ അവരെന്ന് Let പ്രാർത്ഥിക്കുന്നു. Samuels and Daniels arise in this place, O God. ശമൂവേലും ദാനിയേൽമാരും ഇവിടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന I കർത്താവേ, pray a holy bride will arise from our church. പരിശുദ്ധമായ ഒരു മണവാട്ടി ഞങ്ങളുടെ സഭയിൽ നിന്ന് ഉണരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, I pray for the youth in our church, O God. നമ്മുടെ സഭയിലുള്ള വാലിബരെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, I pray that their eyes will behold the Maker. അവരുടെ കണ്ണ് അവരുടെ സൃഷ്ടാവിലേക്ക് നോക്കണം എന്ന് ഞങ്ങൾ I പ്രാർത്ഥിക്കുന്നു. pray that you capture their attention through dreams and visions. അവരുടെ ശ്രദ്ധയെ അങ്ങ് സ്വപ്നത്തിൽ കൂടിയും ദർശനത്തിൽ കൂടി പിടിച്ചു പറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And Jesus, we also pray for our leaders. യേശുക്രിസ്തുവേ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Oh, I pray that, Lord, you give them a double portion anointing, O God. അവർക്ക് ഇരട്ടിയായ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Greater understanding. വളരെ അധികം അറിവ് കർത്താവേ, Greater understanding of dreams and visions. സ്വപ്നങ്ങളും ദർശനങ്ങളും ഗ്രഹിക്കാനുള്ള ഒരു അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Propel them into greater things, Lord. വലിയ കാര്യങ്ങളിലേക്ക് അവരെ മുന്നിൽ നയിക്കണമെന്ന് Through പ്രാർത്ഥിക്കുന്നു. dreams and visions, O God. വെളിപ്പാടുകളിൽ കൂടെയും സ്വപ്നത്തിൽ കൂടെയും We also pray for our land, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, that the lost will get to see you in dreams and visions. നഷ്ടപ്പെട്ടു പോയവര് സ്വപ്നത്തിലും like ദർശനത്തിലും we അങ്ങേ heard. കാണണമെന്ന് Just like we heard, ഞങ്ങൾ കേട്ടതുപോലെ തന്നെ the Spirit is still awake. ആത്മാവ് ഉണർന്നിരിക്കുകയാണ്. They can receive downloads from heaven. അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഡൗൺലോഡ് സ്വീകരിക്കാൻ പറ്റും. We pray that, Lord, many in our land who are lost will see dreams and visions from heaven. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് നഷ്ടപ്പെട്ടു പോയവര് സ്വപ്നത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയും അങ്ങേ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. They will know who their Maker is. അവർക്ക് അറിയാൻ സഹായിക്കണം അവരുടെ സൃഷ്ടാവാരും. We thank you, Jesus, for this time. ഈ നേരത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തു. Be the Lord of our night life, O God. ഞങ്ങളുടെ രാത്രി നേരത്തെ ജീവിതത്തിന്റെ നാഥനും Be അങ്ങായിരിക്കണമെന്ന് the Lord of our lives. ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഥൻ അങ്ങായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. We pray that we will have a fruitful time in the night, in dreams. ഞങ്ങളുടെ രാത്രി നേരത്തിൽ ഫലം കായ്ക്കുന്ന യാമങ്ങൾ ഞങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. And we receive the spirit of interpretation from you, Jesus. കർത്താവെ, ഒരുക്കത്തിന്റെ ഒരു ആത്മാവെ അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. You will enable us. ഞങ്ങൾക്ക് അങ്ങ് ബലം തരണമേ. In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.